KPCCയുടെ 4-അംഗ അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. അമൽ തേരമ്പറമ്പിലും കമലും തുടരുന്നുണ്ട്. അമൽ, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇനി വിശദമായ ഒരു പരിശോധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ 4-അംഗ സമിതിയാണ്. 3 പേർ വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കളാണ്. തിരുവഞ്ചൂരും സണ്ണി ജോസഫ് MLA ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. TN പ്രതാപൻ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ വിഷയം പരിശോധിച്ചത്. ഇനി തുടർച്ചയായ ഒരു അന്വേഷണം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഈ നിയമപരമായ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നതായിരിക്കുമോ ഇനി വിശദീകരണമായി വരാൻ പോകുന്നത്? നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത ഉണ്ടാകണമെന്നുള്ളതാണ് നേതൃത്വത്തിന്റെ നിലപാട്. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചുവെങ്കിൽ കൂടി വിശദമായൊരു പരിശോധന ഉണ്ടാകും. ഇവരെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർത്തിയ ആളുകളെയും അതോടൊപ്പം തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെയും നേരിൽ കണ്ട് അവരുടെ മൊഴിയും മറ്റുമൊക്കെ രേഖപ്പെടുത്തും. നിലവിൽ അത്തരമൊരു നടപടിയിലേക്ക് ഇവർ കടന്നിട്ടില്ല. അതിനാലാണ് ഇത് പ്രാഥമിക റിപ്പോർട്ട് എന്നുള്ള കാര്യം പറയുന്നത്. ഈ നേതാക്കന്മാരെ നേരിൽ കാണുന്നതിനൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും IC ബാലകൃഷ്ണനെ കഴിഞ്ഞ 3 ദിവസമായി ചോദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ND അപ്പച്ചന്റെ ാണെങ്കിലും ഈ നിലവിൽ നടക്കുന്ന പോലീസ് അന്വേഷണത്തോട് അവർക്ക് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന്റെ തിരക്ക് മറ്റുണ്ട്. അതിനാൽ അവരെ നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല. കുടുംബവുമായി ബന്ധപ്പെട്ടും നേരിട്ട് അധികം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പ്രാഥമികമായുള്ള റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു വെക്കുന്നത് നിരവധി പ്രശ്നങ്ങൾ ഈ സഹകരണ മേഖലയിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ പരാതി ന്യായമാണ്. കുടുംബത്തെ സംരക്ഷിക്കണം എന്നൊരു കാര്യം കൂടി, അത് നിയമപരമായ സംരക്ഷണവും അതോടൊപ്പം തന്നെ അല്ലാത്ത സംരക്ഷണവും നൽകണമെന്ന കാര്യം കൃത്യമായി റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഒരു പ്രാഥമിക റിപ്പോർട്ടാണ്. വിശദമായ പരിശോധന ഈ വിഷയത്തിൽ ഇനിയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രതീഷ്.